അപ്പോൾ ഒരുപാട് പ്രൊജക്ഷൻ വേണ്ട, എനിക്ക് അത്ര വലിയ പ്രൊജക്ഷനോട് താല്പര്യമില്ല. ഓവർ പവറിങ് ആയിട്ടുള്ള പെർഫ്യൂമിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ക്ലിയർ ആയിരിക്കണം, വിയർപ്പിൻ്റെ ഗന്ധം പുറത്തേക്ക് വരരുത്, എനിക്ക് ഹാപ്പിനെസ് തരുന്നൊരു മണമായിരിക്കണം. അത്തരം ഉള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് റോജ എലീസിയൻ. റോജ നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂം നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. ഇതൊരു നീഷ് പെർഫ്യൂമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. എലീസിയം ഈ ഒരു പർട്ടിക്കുലർ വൺ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ഹർദിക് പാണ്ഡ്യ, അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടാവും. ചിലരൊക്കെ റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മണം എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, വർത്താണോ, എത്ര രൂപയാകും, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ മണം കൊണ്ടിട്ടാണോ, അതിൻ്റെ പെർഫോമൻസ് കൊണ്ടിട്ടാണോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിൽ പറയാം. എനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ട് എൻ്റെ അനുഭവങ്ങളും പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഡിസൈൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോക്സ് ഡിസൈനാണ്. നമ്മളൊരു മുമ്പൊക്കെ സാംസങ് ഗാലക്സി S2 ആ സാംസങ് S സീരീസ് ഒക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊരു കറുത്ത ഒരു ബോക്സ് നമുക്ക് കിട്ടാറുണ്ട്. ആ വലിയ ബോക്സിലാണ് പണ്ടൊക്കെ മൊബൈൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ്. പിന്നീട് അത് ചെറുതായി വന്നു. പിന്നെ ഈ കണ്ടപ്പെട്ടെന്ന് എനിക്ക് ആ ഒരു ബോക്സിൻ്റെ ഒക്കെ ഓർമ്മയാണ് വന്നത്. പിറകിൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് റോജ പെർഫ്യൂംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് 100 ml, ബാച്ച് കോഡും കാര്യങ്ങളുണ്ട് താഴെ. ഇത്രയേ ഉള്ളൂ. സൈഡിലും പിറകിലും ഒന്നുമില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ റോജ എലീസിയം. ഇവിടെ ഒരു അവരുടെ എംബ്ലം കാണാം. ഇവിടെ നിന്ന് പുഷ് ചെയ്യുമ്പോഴാണ് തുറക്കുന്നത്. ഇതാണ് ബോട്ടിലുണ്ടോ, ബ്ലൂ ഡേ ചാനലിൻ്റെ ഒക്കെ ഒരു ബോട്ടിൽ, പക്ഷെ അതിനേക്കാൾ ഏറെ തിക്കാണ് ബോട്ടിൽ. കട്ടിയുണ്ട്, താഴെയും കട്ടിയുണ്ട്. ബോട്ടിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ബോട്ടിലിൻ്റെ തിക്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തിക്കുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ക്യാപ്പ് മെറ്റലാണ്. എനിക്ക് തോന്നുന്നു ബോട്ടിലിനോളം തന്നെ ക്യാപ്പിനും ഏകദേശം വെയിറ്റ് ഉണ്ട്. വളരെ തിക്കായിട്ടുള്ള മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉരുക്കിൻ്റെ ക്യാപ്പ്, ഒരു ഗോൾഡ് ഫിനിഷിൽ. ഇവിടെ റോജ സിഗ്നേച്ചറാണെന്ന് തോന്നുന്നു, റോജ ഡോവിൻ്റെ സിഗ്നേച്ചർ. അകത്തൊന്നുമില്ല. ഇവിടെയും കാണാം ആ ഒരു സിഗ്നേച്ചർ. പിറകിൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് റോജ പെർഫ്യൂംസ്.com എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്രണ്ടിലും അത്രയേ ഉള്ളൂ. ഓട്ടോമൈസർ ഇങ്ങനെയാണ്. നമ്മൾ കാണുന്ന ബ്ലൂ ഡേ ചാനലിൻ്റെയും അതുപോലുള്ള അത്തരം ബോട്ടിൽ ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഒരു നീഷ് പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിൽ ഡിസൈൻ ഒന്നും കാണുന്നില്ല, വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഡംബരമൊന്നും പറയാനൊന്നുമില്ല. മുകളിൽ തിക്കായിട്ടുള്ള ഒരു മറൈൻ അക്വാട്ടിക് ബ്ലൂവും, അത് താഴേക്ക് വരുമ്പോൾ മങ്ങി ഫെയ്ഡായിട്ട് മങ്ങുന്ന തരത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാൻ. ഇത് 2017 ഇറങ്ങിയത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് റോജ ഡോ എന്നുള്ള അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹമാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ഒരുപാട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നോട്ടിൽ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ട്, ലെമൺ, ബെർഗമോട്ട്, ലൈം, പിന്നെ തൈം അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കല്ല. തൈം എന്നാണോ? ഓക്കെ, തൈം എന്ന് വായിക്കാം. ആർട്ടിമീസിയ, ഗാൽബാനം. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വെട്ടുവർ, ജുനിപ്പർ ബെറീസ്, ബ്ലാക്ക് കറണ്ട്, ആപ്പിൾ, പിങ്ക് പെപ്പർ, സീഡാർ, സൈപ്രൽ ഓയിൽ, പിന്നെ ലിലി ഓഫ് ദ വാലി, റോസ്, ജാസ്മിൻ. ബേസ് നോട്ടിൽ വരുമ്പോൾ ആംബർഗ്രീസ്, ലെതർ, വാനില, ബെൻസോയിൻ, ലാബ്ഡനം. കുറേ നോട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു തരം ഹെർബൽ അരോമാറ്റിക് ഫ്രഷ് ഫ്രൂട്ടി. ഇത്രയുമാണ് നമുക്ക് ഈ നോട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഏകദേശം രൂപരേഖ. ഇനി ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, കുഴപ്പമില്ലെന്ന് പറയാം. ഓക്കെ, ഇത് സ്പ്രേ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഡോൾച്ചെ ആൻഡ് ഗബാന ദി കിങ് ഓഡർ പെർഫ്യൂമിൻ്റെ ഒരു ഗ്രോൺ അപ്പ് വേർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ജുനിപ്പർ ബെറീസ് എന്ന ഒരു പർട്ടിക്കുലർ നോട്ടിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയും. ഇതിലുമുണ്ട് ജുനിപ്പർ ബെറി, അതോടൊപ്പം തന്നെ ബ്ലാക്ക് കറണ്ട്. ഈ ബ്ലാക്ക് കറണ്ടും ജുനിപ്പർ ബെറിയും കൂടി ചേരുമ്പോൾ ഒരു സ്വീറ്റ് മണം വരും. നിങ്ങൾക്കത് മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ പുളിയുള്ള മുന്തിരി അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ, സ്പീസ് ചെയ്യുമ്പോൾ, പിഴിയുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ, പുളിപ്പും മധുരവും അതൊക്കെ ചേർന്നിട്ടുള്ളൊരു ഫ്ലേവർ. പുളിപ്പും മധുരവും ചേരുമ്പോൾ ഉള്ള ഒരു മുന്തിരിയുടെ ആ ഒരു മണം,
ആ ഒരു മണമാണ് ഈ 2 നോട്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്ന മണം. പിന്നെ വരുന്നത് ഓപ്പണിങ്ങിൽ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ, പച്ച നാരങ്ങ, അല്ലെങ്കിൽ ബെർഗമോട്ട്, പിന്നെയും പറയാം നമുക്ക് മുസംബി, ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സിട്രസ് ബ്ലാസ്റ്റ് ഓപ്പണിങ്ങിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ ജുനിപ്പർ ബെറിയും ബ്ലാക്ക് കറണ്ടും ചേരുമ്പോൾ ഉള്ള ആ ഒരു മുന്തിരിയുടെ മണവും കൂടി ചേർന്ന് ഇതിൽ കൂടെ വരുന്നൊരു നോട്ടാണ് വെട്ടുവർ അഥവാ രാമച്ചത്തിൻ്റെ മണം നന്നായിട്ട് കിട്ടും. വളരെ പ്രൊമിനൻ്റ് ആയിട്ട് ഈ പറഞ്ഞ നോട്ടിന് മുകളിൽ ഒരു പടിക്ക് മുമ്പേ നിൽക്കുന്നത് വെട്ടുവറിൻ്റെ ഒരു മണമാണ്, രാമച്ചത്തിൻ്റെ മണം. ആ വെട്ടുവറിൻ്റെ മണം എന്ന് പറയുമ്പോൾ ടെരഡേ എർമെസിൽ നമുക്ക് കിട്ടുന്നത് പോലെ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ കൂടിയും ഇതിൽ നമുക്കത് അറിയാൻ കഴിയും. വളരെ നാച്ചുറലായിട്ട് ചേർത്തിരിക്കുന്ന വെട്ടുവർ അല്ലെങ്കിൽ രാമച്ചത്തിൻ്റെ നാര് ഇടിച്ച് പിഴിഞ്ഞ് കല്ലുകൊണ്ട് ഇടിച്ച് പിഴിഞ്ഞ് ആ സത്ത് ഊറ്റിയെടുത്ത് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന വളരെ നാച്ചുറലായിട്ടുള്ള രാമച്ചത്തിൻ്റെ മണം. പിന്നെ ഈ നാരങ്ങയുടെയും നാരക വൃക്ഷങ്ങളുടെ ഫലങ്ങളുടെ ഒരു മണം, അതോടൊപ്പം തന്നെ ജുനിപ്പർ ബെറി, ബ്ലാക്ക് കറണ്ട് പോലുള്ള മണം. ഇതോടൊപ്പം തന്നെ പിൻബലമായിട്ട് കുറച്ച് ഹെർബൽ അറോമാറ്റിക് സ്മെല്ലുകൾ. അത് ഒരു പച്ചപ്പിൻ്റെ മണം, പുതുതായിട്ട് കട്ട് ചെയ്ത പുല്ലിൻ്റെ മണം, തിന, ക്രിസ്മസ് ഈ തിനയുടെയൊക്കെ മണം. പണ്ട് പുൽക്കൂട് ഒരുക്കുമ്പോൾ ആ വിത്തിട്ട് നമ്മൾ പുൽക്കൂട് ഒരുക്കാറുണ്ട് ക്രിസ്മസ് സമയങ്ങളിലൊക്കെ. അപ്പോൾ ആ തിന പൊട്ടി മുളച്ച് വരുമ്പോൾ ഒരു തരം മണമുണ്ട്. ആ ഒരു മണമാണ് ഞാൻ പറഞ്ഞ ഒരു ഹെർബൽ സ്മെല്ലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മണമുണ്ട്. അപ്പോൾ ഒരു പുല്ലിൻ്റെയും അതുപോലെ തന്നെ ചില ഹെർബൽ നോട്ട്, അത് ആർട്ടിമീസിയ ആയിരിക്കാം, ഗാൽബാനം ആയിരിക്കാം, ഈ തൈം എന്നുള്ള നോട്ടായിരിക്കും, എനിക്കറിയില്ല. ആ ഒരു നോട്ടൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഹെർബൽ സ്മെല്ലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പിറകിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതലും കിട്ടുന്നത് വെട്ടുപറിൻ്റെ മണം, രാമച്ചത്തിൻ്റെ മണം, പിന്നെ നാരങ്ങയുടെയും ഈ പറഞ്ഞ നോട്ടുകളും. ഇപ്പോൾ ഇതൊക്കെ ചേർന്ന് വരുമ്പോൾ എനിക്ക് ഡോൾച്ചെ ആൻഡ് ഗബാന കിങ് ഓടെ പെർഫ്യൂം ആ ഒരു മണമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നല്ല മണമാണ്, വളരെ ഫ്രഷാണ്, ഒരേ സമയം ഫ്രഷ്, ഫ്രൂട്ടി, സിട്രസി, ഹെർബൽ. ഇതിനൊരു ബാർബർ ഷോപ്പ് തരത്തിലുള്ള ഒരു മണമുണ്ട്, പഴയകാല ബാർബർ ഷോപ്പിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മണമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു തരം മണം, ഇഞ്ചി സോഡയൊക്കെ ഒരു ഫീൽ. അതെ, ഇഞ്ചി സോഡ, അതല്പം നറതണ്ടി ഓക്കെ, അതൊക്കെ ചേർത്ത് സ്വല്പം ഉപ്പൊക്കെ ചേർത്ത് കിട്ടുമ്പോൾ ആ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മണമുണ്ടല്ലോ, അത് ആ ഒരു മണമാണ് എനിക്ക് എയറിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ കിട്ടും, അല്ലെങ്കിൽ വളരെ എനർജി തരുന്ന, മൂഡ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചേരുവയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്മെല്ല് ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ് എൻ്റെ മേക്കിങ്. വളരെ ഇനൊഫെൻസീവാണ്, ആർക്കും തലവേദന വരില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കാം പലരുടെയും ഫേവറേറ്റ് ആയത്. അപ്പോൾ മണം കൊള്ളാം, എന്നാൽ വളരെ യുണീക്കാണെന്ന് വെച്ചാൽ യുണീക്കൊന്നുമല്ല. എനിക്ക് ഒരുപാട് പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഈ ഒരു പെർഫ്യൂം സ്പ്രേ ചെയ്തപ്പോൾ പല ഉപയോഗിച്ചും മൺമറഞ്ഞു പോയ പല പെർഫ്യൂമിൻ്റെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഡ്രാഗർ നോവറിൻ്റെയൊക്കെ ഒരു പഴയ ഒരു ഹെർബൽ സ്മെല്ലൊക്കെ ചേർന്ന് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഇത്തരം മണങ്ങളോട് എനിക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഹെർബൽ, സിട്രസി, ഈ ബെർഗമോട്ട്, ബ്ലാക്ക് കറണ്ട്, ജുനിപ്പർ ബെറിയുടെ നോട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഡോൾച്ചെ ആൻഡ് ഗബാന കിങ് EDP ട്രൈ ചെയ്തവർക്കറിയാം ആ ഒരു ഫ്രൂട്ടി നോട്ട്. അതിൽ ആ ഒരു നോട്ട് ഇതിനെ വ്യത്യസ്തമാക്കുന്നു, അത് കൊള്ളാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഇത് ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് എത്ര നേരം നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്ര നേരം നിൽക്കും എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഫെയറായി പോകും. ഫ്രഷ് പെർഫ്യൂം പൊതുവേ എത്ര മണിക്കൂർ നിൽക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് മാക്സിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ. ആദ്യത്തെ 1 മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്, സൂപ്പർ പ്രൊജക്ഷനാണ്. ആദ്യത്തെ 1 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു 60 മിനിറ്റ് നേരത്തെ പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർക്ക് മണം കിട്ടുന്ന രീതിയിലേക്ക് മണം നിങ്ങളിലേക്ക് പെട്ടെന്ന് ചുരുങ്ങും. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാറ്റ് തട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കൈകാലുകൾ വീശുമ്പോൾ ഈ ഒരു മണം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ കൂടെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അനുഭൂതി കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞത് ടോട്ടൽ ലോങ്ജിവിറ്റി ഷർട്ടിൽ ഏകദേശം ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഷർട്ടിൽ നിൽക്കുന്നുണ്ടാവും. നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ വസ്ത്രങ്ങളിൽ ആ ഒരു മണം ഉണ്ടാവും. പക്ഷേ പുറത്തേക്ക് വരുന്നത് പറയുമ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞൊരു 3 മണിക്കൂർ വരെ നമുക്ക് പെർഫ്യൂമിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് മാറും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ്ഡ് സ്കിന്നായിട്ട് മാറും, നമ്മിലേക്ക് ഒതുങ്ങും. അപ്പോൾ ഒരുപാട് പ്രൊജക്ഷൻ വേണ്ട, എനിക്ക് അത്ര വലിയ പ്രൊജക്ഷനോട് താല്പര്യമില്ല. ഓവർ പവറിങ് ആയിട്ടുള്ള പെർഫ്യൂമിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ക്ലിയർ ആയിരിക്കണം, വിയർപ്പിൻ്റെ ഗന്ധം പുറത്തേക്ക് വരരുത്,
എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു മണമായിരിക്കണം. അത്തരം ഉള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. വെയിലുള്ള സമയത്ത് ഉപയോഗിക്കാം, മഴക്കാലത്ത് ഉപയോഗിക്കാം, മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. പക്ഷേ പുറത്തേക്ക് അടിച്ചിട്ടിറങ്ങുമ്പോൾ പെർഫോമൻസ് ഉണ്ടാവില്ല. എ സിയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ എന്നുള്ളത് ഒരു 4 മണിക്കൂർ വരെ ലോങ്ജിവിറ്റി കിട്ടിയേക്കാം. പ്രൊജക്ഷൻ ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു എക്സ്ട്രാ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നമുക്കൊരു പ്രൊജക്ഷൻ കിട്ടിയേക്കാം. ഇത് എത്ര സ്പ്രേ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 സ്പ്രേ എങ്കിലും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോംപ്ലിമെൻറ്റും പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കിട്ടും മിനിമം. എന്നെ സംബന്ധിച്ച് യൂത്തിന് ഉപയോഗിക്കാം, കോളേജിൽ പോകുന്നവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇനോഫെൻസീവാണ്, അടുത്തിരിക്കുന്നവർക്ക് യാതൊരു തരത്തിൽ അലോസരപ്പെടുത്തുന്ന മണങ്ങളൊന്നുമല്ല. പിന്നെ ഓഫീസിൽ അത്തരം എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കാം. പുറത്തേക്ക് പോകുമ്പോൾ അടിക്കാം, പക്ഷേ ബീസ്റ്റായിട്ട് അടിക്കണമെന്ന് മാത്രം. ഇനി ഏത് പ്രായക്കാരെന്ന് പറഞ്ഞാൽ യൂത്തിന് ഉപയോഗിക്കാം, അല്പം മെച്യൂർ ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം, മുതിർന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം. എനി ഏജ് എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. കാരണം ഇതൊരു തരം ഫ്രഷ് അക്വാട്ടിക് ഹെർബൽ ടൈപ്പ് സ്മെല്ലാണ്. അപ്പോൾ രാത്രി ഉപയോഗിക്കാൻ പറ്റില്ല. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം വരെ ഉപയോഗിക്കാം. അത്തരം കാലാവസ്ഥയിലും സന്ദർഭങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇത് യൂണിസെക്സ് ആണെന്ന് ചോദിച്ചാൽ അല്ല. എന്നെ സംബന്ധിച്ച് ഇത് ഫോർ മെൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഉപയോഗിക്കുന്നുണ്ട്, ലേഡീസിന് നമ്മൾ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റുണ്ടോന്ന് വെച്ചാൽ തെറ്റുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അല്പം മസ്കുലിൻ സൈഡിലായതുകൊണ്ടാണ് ഞാൻ യൂണിസെക്സ് എന്ന് പറഞ്ഞത്. ഫോർ മെൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ വില 25,000 മുകളിലാണ് വില വരുന്നത്. അത്രയും രൂപ കൊടുത്ത് വാങ്ങണമെന്ന് വെച്ചാൽ ഒരിക്കലും വേണ്ടെന്ന് പറയും. കാരണം അത്രയും രൂപ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. അതിനുള്ള പെർഫോമൻസോ കാര്യങ്ങളൊന്നുമില്ല. മണം മികച്ചതാണ്. അതുകൊണ്ട് ഇത്ര രൂപ കൊടുത്ത് വാങ്ങണമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. പിന്നെ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ, പെർഫ്യൂം കളക്ടേഴ്സ്, അവർക്ക് കളക്ഷന് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. സാധാരണക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ പെർഫ്യൂംസിനോട് വളരെയേറെ കമ്പമുള്ളവർ, കയ്യിൽ പൈസയില്ല, പക്ഷേ ഹർദിക് പാണ്ഡ്യ ഉപയോഗിക്കുന്നത് കണ്ട് എനിക്കിഷ്ടമാണ് എന്ന് കരുതി വാങ്ങുന്നത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അത് നോക്കുക, മനസ്സിലാക്കുക. ഡീക്കൻ്റ് വാങ്ങി ട്രൈ ചെയ്തിട്ട് വേണം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഡീക്കൻ്റ് വാങ്ങുക, ട്രൈ ചെയ്യുക, എന്നിട്ട് വാങ്ങുക. അല്ലാതെ വാങ്ങരുത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഇല്ല. പക്ഷെ മണം നല്ലൊരു മണമാണ്, ഗംഭീരമായിട്ടുള്ളൊരു മണമാണ്, നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ്, സിന്തറ്റിക് അല്ല. മണത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്ര രൂപ കൊടുത്ത് വാങ്ങണം, 25,000-27,000 രൂപ കൊടുത്ത് വാങ്ങണമെന്ന് വെച്ചാൽ വേറെ പണിയില്ലെന്ന് ചോദിക്കേണ്ടി വരും. ഇത്രയുമാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.